പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഇന്ന് ജൂലൈ 25 വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും ആദ്യം രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ. അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടും വാള് ശരീരത്തിൽ കുത്തിയിറക്കപ്പെട്ടുമാണ് ഇദ്ദേഹം മരണപ്പെട്ടതെന്ന് കരുതുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ആ വിശ്വാസ തീക്ഷ്ണത, രക്തസാക്ഷിത്വ തീക്ഷ്ണത കണ്ടിട്ട് ഇദ്ദേഹത്തെ മരണത്തിന് വിധിച്ച ന്യായാധിപൻ പോലും രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായി. അത്രയും തീക്ഷ്ണതയുള്ള വിശുദ്ധനാണ് ഈ വിശുദ്ധൻ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസം കൈമാറ്റപ്പെട്ട് അങ്ങനെ സഭയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ വിശ്വാസം നമുക്ക് കിട്ടിയ അതേ അളവിൽ തന്നെ പകർന്നു കൊടുക്കാനായിട്ടുള്ള വലിയ തീക്ഷ്ണത ഈ വിശുദ്ധനോട് പ്രത്യേക മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാം. ഒരിക്കലും വെള്ളം ചേർക്കാതെ, ഒരു കുറവും വരുത്താതെ നമുക്ക് കിട്ടിയ വിശ്വാസം അതേപോലെ തന്നെ പകർന്നു കൊടുക്കാൻ അതിനായി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഈ ബലി നമുക്ക് ഭക്തിയോടുകൂടെ അർപ്പിക്കാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ സ്തുതി കൊണ്ടോ
ചെങ്കയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ തന്നെ ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവശക്തനാം ദൈവമേ നാഥനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവ് ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ നാഥനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ദൂരത്തിൻ പാവം നിരണ്ടാവേ കാരുണ്യം ഞങ്ങളിൽ. ലോകത്തിൻ പാവനിരണ്ടാവേ എങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേവരമാകത്തിരുന്നേടൂ എങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതേ നിത്യമായി തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേ. അങ്ങുമാത്രം പരിപാവനൻ അങ്ങുതാനേകരനാഥനും അങ്ങുമാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശുദ്ധ യാക്കോബിന്റെ രക്തത്താൽ അങ്ങ് അപ്പോസ്തലന്മാരുടെ ആദ്യഫലങ്ങൾ അങ്ങ് പവിത്രീകരിച്ചുവല്ലോ. അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ അങ്ങേ സഭ ശക്തിപ്പെടാനും അദ്ദേഹത്തിന്റെ മധ്യസ്ഥ സഹായത്താൽ നിരന്തരം പരിപോഷിപ്പിക്കപ്പെടാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന്
അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവൻ്റെ വിശ്വാസ ചൈതന്യത്തെ തന്നെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോട് കൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ കൃപ സമൃദ്ധമായി ഉണ്ടാകുന്നതിന് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിപ്പിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. നെഗേബിലെ ജലപ്രവാഹങ്ങളെന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. അല്ലേലിയ, അല്ലേലിയ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലേലുയ. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് സബദീപുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോട് കൂടെ വന്ന് യേശുവിൻ്റെ മുമ്പിൽ യാചനാപൂർവം പ്രണമിച്ചു. അവൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എൻ്റെ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലതുവശത്തും അപരൻ ഇടത്തുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല, അത് എൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും ആണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ്റെ തിരുനാളിൻ്റെ
എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ജെയിംസ് എന്ന പേരിലും യാക്കോബ് എന്ന പേരിലും ഇപ്പം നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സന്ധ്യാവ് എന്ന പേര്, അത് സാന്റിയാഗോ എന്ന പ്രയോഗത്തിൽ നിന്നാണ് അത് സന്ധ്യാവ് എന്നുള്ള ഇവരുടെയൊക്കെ പേരിൻ്റെ പുണ്യവാളൻ കൂടിയാണ്. നമുക്കറിയാം, ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യം 4 ശിഷ്യന്മാരെയാണ് തിരഞ്ഞെടുക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അങ്ങനെയല്ല. പക്ഷേ മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യം 4 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കും. പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും. ആദ്യത്തെ 4 പേരിൽ ഉൾപ്പെടാൻ ഭാഗ്യം ലഭിച്ച അപ്പോസ്തലനാണ് വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ. ഇവരുടെ 4 പേരുടെയും പ്രത്യേകത അവരെ ഉടനെ തന്നെ അനുഗമിച്ചു എന്നതാണ്. ഇപ്പം സെബദി പുത്രന്മാരാണ് യാക്കോബും യോഹന്നാനും. ഇവർക്ക് മറ്റൊരു പേര് കൂടി ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നുകൂടി ഇവർ പറയപ്പെടുന്നുണ്ട്. നമ്മളിങ്ങനെ പറയില്ലേ, അവനാൾ ഇടിവെട്ടാണ് എന്ന് പറയുന്നത് പോലെ അത് ഇടിമുഴക്കം. ഈ യാക്കോബ് സ്ലീഹ ആൾ ഇടിവെട്ടാണ്. അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വവും മറ്റും. അതുപോലെ തന്നെ ഈശോയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലെല്ലാം 2-3 ശിഷ്യന്മാർ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ യാക്കോബ് സ്ലീഹ ഉണ്ട്. താബോർ മലയിൽ രൂപാന്തരണ സമയത്തും ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനാ വേളയിലും യാക്കോബ് അപ്പോസ്തലൻ കൂടെ ഉണ്ട്. അതുപോലെ ജായിറൂസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്ന ഭാഗത്തും ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന സമയത്ത് യാക്കോബ് അപ്പോസ്തലൻ കൂടെ ഉണ്ട്. അപ്പം അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കൂടെ കൂട്ടിയത്? ഇനി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ബന്ധു സലോമിയുടെ പുത്രനാണ്. അതായത് യാക്കോബ് സ്ലീഹായുടെയും യോഹന്നാൻ സ്ലീഹായുടെ അമ്മ സലോമി ഈശോയുടെ അമ്മയുടെ ബന്ധു കൂടിയാണ്. ചിലപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാകാം ഇടതും വലതും ഇരിക്കാനായിട്ടുള്ള അനുഗ്രഹം ചോദിച്ചത്. ഇതൊരു സ്വാതന്ത്ര്യമാണ് അങ്ങനെ പോയി ചോദിക്കാൻ. ബാക്കിയുള്ളവർ അവരതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തില്ലല്ലോ. അവർക്ക് അമർഷം തോന്നുന്നുണ്ട്, അവന്മാർ പോയി ചോദിച്ചല്ലോ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഈശോ നിങ്ങൾ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കും എന്ന് ഉറപ്പിച്ചാണ് പറയുന്നത് ഈശോ. അത് ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യമാണ്. അതിൽ ഇടതും വലതും ഇരിക്കാനായിട്ടുള്ള ഭാഗ്യം നൽകേണ്ടത് പിതാവായ ദൈവമാണ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ആദ്യത്തെ രക്തസാക്ഷിയാകാൻ ഭാഗ്യം ലഭിച്ചു, മറ്റേയാൾക്ക് ഈശോയുടെ മരണം നേരിൽ കാണാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു യോഹന്നാൻ സ്ലീഹായ്ക്ക്. 2 പേർക്കും ഉന്നതമായ ഒരു ഭാഗ്യമാണ്. ബാക്കി ആരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കൂടെ കുരിശിൻ ചവിട്ടിലുണ്ടായത് വിശുദ്ധ യോഹന്നാൻ സ്ലീഹയാണ്. അപ്പോൾ ഇവരുടെ സ്വാതന്ത്ര്യം, ഈശോയുടെ അടുക്കലുള്ള സ്വാതന്ത്ര്യം വളരെ വലുതാണ്. അപ്പം ഈ വിശുദ്ധൻ AD 44 രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് പറയപ്പെടുക. ഇദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഇങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഹെറോദ് അഗ്രിപ്പ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം രക്തസാക്ഷിത്വത്തിന് വേണ്ടി തയ്യാറായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധീരത കണ്ടിട്ട് ന്യായാധിപൻ പോലും ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് അദ്ദേഹവും രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായി. കാരണം മരിക്കാൻ നേരത്ത് പോലും ഒരാളെ കൂടി യേശുവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് എത്ര സുന്ദരമാണ്, എത്ര അത്ഭുതകരമാണത്. പുണ്യവാളനിൽ യേശുവിൻ്റെ സാന്നിധ്യം നമുക്കറിയാം. ഇനിയും ഈ പുണ്യവാളന് ഒരു മരിയൻ അഭിഷേകമുണ്ട്. കാരണം ഇദ്ദേഹം സ്പെയിനിലാണ് സുവിശേഷ പ്രഘോഷണം നടത്തിയത്. ഇദ്ദേഹത്തിൻ്റെ വചന പ്രഘോഷണങ്ങൾ വഴി അത്ര കണ്ടങ്ങ് മാനസാന്തരമൊന്നും ഉണ്ടായില്ല. അപ്പോൾ പുണ്യവാളന് ഭയങ്കര സങ്കടമായി. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധ മറിയം യാക്കോബ് സ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിന് മുൻപാണെന്നാണ് പറയപ്പെടുക. മറിയം ജെറൂസലേമിലായിരുന്ന മറിയം സ്പെയിനിൽ യാക്കോബ് സ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് മാതാവിൻ്റെ ബൈലൊക്കേഷൻ എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. നീ വിഷമിക്കേണ്ട, അങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടൊരു ദേവാലയം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് ഒരു തൂണിന്മേലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ പുണ്യവാളൻ അങ്ങനെ ചെറിയൊരു രൂപം മാതാവ് സമ്മാനിച്ചതായിട്ടും പറയപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട മാതാവിന് വിളിക്കുന്ന പേര് സ്തൂപമാതാവ്, അവർ ലേഡി ഓഫ് പില്ലർ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അവർ ലേഡി ഓഫ് പില്ലർ. അത് ഒക്ടോബർ 12 അവർ ലേഡി ഓഫ് പില്ലർ മാതാവിൻ്റെ തിരുനാൾ. അപ്പോൾ ഒരു മരിയൻ അഭിഷേകം ഉണ്ട്. നമ്മളിപ്പോൾ ശക്തമായ മരിയൻ അഭിഷേകമുള്ള
വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മളായിരിക്കുക. നമുക്ക് നമ്മുടെ ഈ ജീവിതം, വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാതാവിൻ്റെ കൂട്ട് നല്ലതാണ്. അപ്പം പുണ്യവാളനെ അങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പുണ്യവാളനെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചത് മരിയൻ സാന്നിധ്യമാണ്. മാതാവിൻ്റെ പ്രത്യേക ഒരു സ്നേഹ വായ്പാണ്. നമുക്കത് ഉണ്ടാകട്ടെ. നമ്മളത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുക. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ എൻ്റെ വൈദിക ജീവിതത്തിലെ 16-ാമത്തെ വർഷമാണ്. ഞാൻ അച്ഛനായിരുന്ന ആദ്യത്തെ പള്ളിയിൽ, കൊച്ചിയിലെ നസ്രത്ത് പള്ളിയാണ്, തിരുക്കുടുംബ ദേവാലയമാണെങ്കിലും അവിടെ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ വളരെ പ്രസിദ്ധമാണ്. ഫെബ്രുവരി മാസത്തിലെ 1-ാമത്തെ ഞായറാഴ്ചയാണ് അവർ അവിടെ തിരുനാൾ ആചരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ വിശുദ്ധനെ കൂടുതൽ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധൻ വെള്ളക്കുതിരയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുക. അങ്ങനെ സ്പെയിനിലെ ജനങ്ങൾ അക്രൈസ്തവരിൽ നിന്നുള്ള ആക്രമണങ്ങൾ മൂലം പുണ്യവാളനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പുണ്യവാളൻ വെള്ളക്കുതിരയിൽ വന്ന് ആ നാടിനെ രക്ഷിച്ചതായിട്ടാണ് പറയപ്പെടുക. അപ്പോൾ ആ പള്ളിയിൽ, ഞാൻ ആദ്യം വരുന്ന പള്ളിയിൽ രൂപം അങ്ങനെയാണ്, വെള്ളക്കുതിരയിൽ പുണ്യവാളൻ വന്നിരിക്കുന്നതായിട്ട്. അവിടെ ആളുകൾ ഇങ്ങനെ പറയപ്പെടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ പുണ്യവാളനെ പോലെ നാട്ടുസൂക്കേടുകളിൽ പ്രത്യേകം ആദ്യസ്ഥ്യമുള്ള പുണ്യവാളൻ കൂടിയാണ്. അപ്പോൾ അവരുടെ ആ നാട്ടിലെ ആളുകളുടെ വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ പഞ്ഞം, പകർച്ചവ്യാധികൾ മൂലം ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ബോഡി കൊണ്ട് നടക്കുമ്പോൾ അടുത്തയാൾ മരിച്ചിരിക്കും. അങ്ങനെ ഒരു സംഭവം ആ നാട്ടിലുണ്ടായി. അങ്ങനെ പുണ്യവാളൻ്റെ കുരിശടിയിൽ വന്ന ആളുകൾ പ്രാർത്ഥിച്ചു, പുണ്യവാള ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച രാത്രി മരണം നിന്നു. എപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അത് നിന്നു. അപ്പോൾ പിന്നീട് നന്ദി പറയാനായിട്ട് പുണ്യവാളൻ്റെ അടുക്കൽ വന്നപ്പോൾ പുണ്യവാളൻ ഇരിക്കുന്ന കുതിരയുടെ കുളമ്പുകളിൽ ഇങ്ങനെ ചെളി പറ്റിയിരിക്കുന്നതായിട്ട് ആളുകൾ കണ്ടതായിട്ട് പറയപ്പെടുന്നു. അതായത് നാട്ടുസൂക്കേട് പിടിപെട്ട സ്ഥലത്തെ പുണ്യവാളൻ കുതിരപ്പുറത്ത് വന്ന് ആളുകളെ സന്ദർശിച്ച് കടന്നുപോയി. അങ്ങനെ ആ നാട്ടുസൂക്കേടിൽ നിന്ന് പെട്ടെന്ന് മരണം സംഭവിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ആ മരണം അത് നിന്നു. അങ്ങനെ നാടിനെ രക്ഷിച്ച പുണ്യവാളൻ, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇനിയും ഈ പുണ്യവാളൻ്റെ ഒരു കമിനോ ദെ സാന്റിയാഗോ, അത് പുണ്യവാളൻ്റെ ദ വേ ഓഫ് ജേക്കബ് എന്ന ഒരു സംഭവമുണ്ട്. പുണ്യവാളൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വഴി എന്നുള്ള ഒരു പ്രയോഗമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇവിടെ വേളാങ്കണ്ണി പോലും ട്രിവാൻഡ്രത്ത് നിന്ന് ആളുകൾ 15 ദിവസം കാൽനടയായിട്ട് വന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളും പല കാൽനട തീർത്ഥാടനങ്ങൾ നടത്താറുണ്ട്. അപ്പം അത് ഈ പുണ്യവാളൻ തീർത്ഥാടകരുടെ മധ്യസ്ഥൻ കൂടിയാണ്. അപ്പം അങ്ങനെ ഈ കാൽനട തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രത്യേക അഭിഷേകം ഈ പുണ്യവാളിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ ആ പള്ളിയുടെ തിരുനാൾ ദിവസം 4 മണിക്കൂർ നീളുന്ന പട്ടണ പ്രദക്ഷിണമാണ്. അപ്പം അന്ന് അവിടെ കൊച്ചച്ഛനായിരിക്കുമ്പോഴും പ്രഭാതത്തിൽ കുർബാന സമയത്ത് ആളുകളെ പ്രചോദിപ്പിച്ചുകൊണ്ടൊരു വർത്തമാനം പറയാനിടയായി. അതിങ്ങനെയാണ്: നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മുറിയാതെ, ആ പ്രദക്ഷിണം മുറിക്കാതെ നിങ്ങൾ 4 മണിക്കൂർ ദൈർഘ്യമുള്ള ആ പ്രദക്ഷിണത്തിൽ, പട്ടണ പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത്, ചില ആളുകൾ ഇടയ്ക്ക് കയറും, ചില ആളുകൾ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയും. അങ്ങനെ ചെയ്യാതെ മുഴുവൻ പ്രദക്ഷിണത്തിൽ നിങ്ങൾ ഒരു നിയോഗം വെച്ച് പങ്കുചേർന്നാൽ അത് സാധ്യമാകും എന്ന് പറഞ്ഞിട്ട് അതൊരു ദൂത് പോലെ ഹൃദയത്തിൽ സ്വീകരിച്ച നസ്രത്ത് പള്ളിയിലുള്ള ഒരു കുടുംബം, 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന കുടുംബം, അന്നത്തെ തിരുനാളിൽ 2011 ഞാൻ വിചാരിക്കുകയാണ്, 2011 തിരുനാളിൽ അവർ ഒരു കൊച്ചിന് വേണ്ടി അവർ പ്രാർത്ഥിച്ച് പുണ്യവാളൻ്റെ തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. അവർക്ക് കുഞ്ഞ് ജനിച്ചു. ആ കുട്ടിയുമായിട്ട് ഈ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രത്യേകം മാധ്യസ്ഥ്യമുള്ള ഒരു പുണ്യവാളനാണ് യാക്കോബ് ശ്ലീഹ. അതുപോലെ തന്നെ തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടിട്ടുള്ളവർക്ക് ഈ പുണ്യവാളനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാധ്യസ്ഥ്യം കിട്ടും. ഒരു ധ്യാന കേന്ദ്രത്തിൽ, കേരളത്തിൽ ഒരു പ്രസിദ്ധമായ ധ്യാന കേന്ദ്രത്തിൽ ഇതേക്കുറിച്ച് ബോധ്യപ്പെട്ട ആ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ, അദ്ദേഹം ഈ പുണ്യവാളൻ്റെ രൂപം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. തെറ്റായ പ്രണയബന്ധങ്ങൾ അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പുണ്യവാളൻ്റെ മാധ്യസ്ഥ്യം വളരെ ശക്തമാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എന്താണ് ഈ പുണ്യവാളൻ്റെ? എല്ലാത്തിനും ആദ്യമാകാൻ ഈ പുണ്യവാളന് സാധിച്ചു. ഈശോയുടെ ശിഷ്യന്മാരിൽ ആദ്യമാകാൻ, അതുപോലെ ഈശോയ്ക്ക് വേണ്ടി മരിച്ച അപ്പോസ്തലന്മാരിൽ ആദ്യമാകാൻ, നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ആദ്യമാകാൻ സാധിക്കുമോ?
മുൻപന്തി നിൽക്കാൻ സാധിക്കുമോ? പള്ളിക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തി പോയിരുന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കുമോ? പുറകിലേക്ക് പോകുന്നൊരു ട്രെൻഡ് എപ്പോഴോ കടന്നുകൂടിയിട്ടുണ്ട്. യുവാക്കളിൽ പോലും അപ്പനപ്പന്മാരൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് എങ്ങനെ മുൻപന്തിയിലേക്ക് വരാൻ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ. ചില കുഞ്ഞുങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരും ഇങ്ങനെ ദിവസേന കുർബാന പങ്കെടുക്കണം, അവർക്ക് ഒരു സൈനൊക്കെ ഇട്ട് കൊടുക്കണം. അവരുടെ ഒരു കാർഡുണ്ട്, ദിവസേന ബലിയർപ്പണത്തിൻ്റെ അങ്ങനെ ഒരു കാർഡ്. അതിൽ എനിക്ക് എല്ലാ ദിവസവും ബലിയർപ്പിക്കണം, അങ്ങനെ ഞാൻ ഒരിക്കലും മുടങ്ങാതെ അങ്ങനെ ചില കുഞ്ഞുങ്ങളിൽ പോലും ആഗ്രഹമുണ്ടായിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു പുണ്യാളെന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാത്തിനും മുൻപന്തി നിൽക്കുക, ഈശോയോട് ചോദിക്കുന്നതിൽ, ഈശോയുടെ കൂടെ ആകുന്നതിൽ ഒക്കെ മുൻപന്തിയിലാകാൻ, കുമ്പസാരിക്കുന്ന കാര്യത്തിൽ, കുർബാന സ്വീകരിക്കുന്ന കാര്യത്തിൽ, കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ഞായറാഴ്ച ആചരണത്തിൻ്റെ കാര്യത്തിലൊക്കെ മുൻപന്തിയിലേക്ക് വരാൻ ഏറ്റവും ആദ്യം എനിക്കത് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ചെയ്യാൻ, അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യം, നമ്മൾ ഈ വിശുദ്ധനൊക്കെ, ഇവരൊക്കെ അപ്പോസ്തലന്മാരൊക്കെ പകർന്നെന്ന വിശ്വാസം അതുപോലെ പകർന്നു കൊടുക്കണം. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ചില പ്രാർത്ഥനകൾ കാലഹരണപ്പെട്ടു പോയിട്ടില്ലേ? ചില പ്രാർത്ഥനകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ ഇരിക്കുന്ന ഒരു 10-30 വയസ്സ് പ്രായമുള്ള തലമുറ, അവരുടെ അപ്പനമ്മമാർ അവർക്ക് നല്ല വിശ്വാസം പകർന്നു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ കുർബാന സ്വീകരണം കഴിയുമ്പോൾ മകനെ മുട്ടുകുത്തി നിന്ന് നന്ദി പറഞ്ഞിട്ട് വേണം ഇരിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇപ്പോൾ സ്വീകരിക്കാൻ വരുന്നത് പെൺകുട്ടികളാണെങ്കിൽ തലയിൽ സ്കാഫ് പോലും ഇടാതെയാണ് കുർബാന സ്വീകരിക്കാൻ വരുന്നത്. കൂദാശ സ്വീകരിക്കുന്നതിന് വരുന്ന വസ്ത്രധാരണം പോലും നമ്മളിങ്ങനെ കൈമോശം വരുത്തുന്നത് കണ്ടോ? അങ്ങനെ നല്ലൊരു പ്രാർത്ഥനയാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് യൂരാനായി പ്രാർത്ഥന. യൂരാനായി പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒന്ന്, യൂതന്മാരുടെ രാജാവായ നസ്രത്തുകാരനായ ഈശോയെ പെട്ടെന്നുള്ള ദുർമരണങ്ങളിൽ നിന്നും പേടി സ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ പ്രാർത്ഥന അറിയാവുന്നവരെന്ന് കരമുയർത്താവോ? യൂരാനായി പ്രാർത്ഥന. വെരി ഗുഡ്, നിങ്ങളുടെ മക്കൾക്ക്, ചെറിയ പേരക്കുട്ടികൾക്ക് ഇത് പകർന്നു കൊടുത്തോ? അവർക്കറിയാവോ? ഇത് നെറ്റിയിൽ യൂരാനായി ഇങ്ങനെ വരച്ചിട്ട് അത് ഈശോയുടെ കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ച ശീർഷകമാണത്. INRI അതിൻ്റെ മലയാളമാണ്. അത് പരിഹസിക്കാൻ വേണ്ടി എഴുതി വെച്ചെങ്കിൽ നമുക്ക് രക്ഷയുടെ ഒരു കാര്യമായിട്ടാണത്. യൂതന്മാരുടെ രാജാവായ നസ്രത്തുകാരനായ ഈശോയെ പെട്ടെന്നുള്ള ദുർമരണങ്ങളിൽ നിന്നും പേടി സ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണം. നമ്മളങ്ങനെ പാടാറില്ലേ? യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈശോയെ. ഈ പാട്ട് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ പ്രാർത്ഥന എന്തുകൊണ്ടാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടത്? അതിൻ്റെ അർത്ഥം നമ്മുടെ വിശ്വാസം നമുക്ക് കിട്ടിയ അതേ അളവിൽ തന്നെ അല്ല പകർന്നു കൊടുക്കുന്നത്. എന്തുകൊണ്ട് ചില പ്രാർത്ഥനകൾ മൺമറഞ്ഞു പോയി, ചില രീതികൾ കൈമോശം വന്നു പോയി? നമ്മൾ വെള്ളം ചേർത്തും ചിലതൊക്കെ വെട്ടിക്കുറച്ചും ഒക്കെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം ഇല്ലാതെ ആയിപ്പോവും. നമുക്കതുകൊണ്ട് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഈ വിശുദ്ധൻ്റെ തീക്ഷ്ണത ഞങ്ങൾക്ക് നൽകണമേ. സത്യത്തിൻ സാക്ഷ്യം വഹിക്കുവാനായി നിത്യഗുരുവിൻ്റെ ചേവടിയിൽ തലവെട്ടി കാഴ്ചയാണ് ചതിവ്യ യാക്കോബ് ശ്ലീഹായെ വണങ്ങിടുന്നു. ഗുരുപാർശ്വഭാഗ തീരുന്നു പാരിൽ തിരുസഭ പേർത്തും വളർത്തിടണേ. ഇടിവാളിൻ പുത്രനാം വീരതാ അടിയരിൽ കാരുണ്യം തൂകിടണേ. ഗുരുതര ജീവിത പോരിലെന്നും ക്ഷമയും വിജയവും തന്നിടണേ. പഞ്ഞം പടയും വസന്തകളും അകലുവാനെന്നും തുണച്ചിടണേ. സത്യത്തിൻ സാക്ഷ്യം വഹിക്കുവാനായി നിത്യഗുരുവിൻ്റെ ചേവടിയിൽ തലവെട്ടി കാഴ്ചയാണ് ചതിവ്യ യാക്കോബ് ശ്ലീഹായെ വണങ്ങിടുന്നു.
പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെയും ശക്തമായ മാധ്യസ്ഥ്യം ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാകട്ടെ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചര കൈകളിൽ നായിരുന്നു നിങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി കൈക്കൊള്ളണേ ഈശോ പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവേ, അങ്ങേ പുത്രന്റെ പീഡാസഹനത്തിൻ്റെ രക്ഷാകരമായ ജ്ഞാനസ്നാനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങനെ അപ്പോസ്തലന്മാരുടെ ഇടയിൽ നിന്ന് ആദ്യമായി അവിടുത്തെ പാനപാത്രത്തിൽ പങ്കുചേരാൻ അങ്ങ് തിരുവുള്ളമായ വിശുദ്ധ യാക്കോബിൻ്റെ തിരുനാളിൽ അങ്ങേക്ക് പ്രീതികരമായ ബലി ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യടയനായ ദൈവമേ, അങ്ങ് അജഗണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് ധന്യരായ അപ്പോസ്തലന്മാർ വഴി നിരന്തര സംരക്ഷണം നൽകി അങ്ങ് കാത്തുപാലിക്കുന്നു. അങ്ങനെ അതേ പാലകന്മാരാൽ നയിക്കപ്പെട്ട് അങ്ങേ പുത്രന്റെ പ്രതിപുരുഷന്മാരായ ഇടയന്മാരായി നയിക്കാൻ അവരെ തന്നെ അജഗണത്തിന് അങ്ങു നൽകിയല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധങ്ങൾ പരിശുദ്ധങ്ങൾ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുഭവമങ്ങേ മഹിമകളാൽ നിറഞ്ഞുമതേ വിണ്ടലോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ
വരുവോരേറ്റം ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ
പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോസ്തലനായ വിശുദ്ധ യാക്കോബിൻ്റെ തിരുനാളിൽ അങ്ങ് ദിവ്യദാനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ അങ്ങ് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അപ്പോസ്തോലിക അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം അപ്പോസ്തലനായ വിശുദ്ധ യാക്കോബിന്റെ മഹത്വമേറിയ യോഗ്യതകളാൽ കനിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളാലും മാതൃകകളാലും പരിപോഷിതരാകാൻ അനുവദിക്കപ്പെട്ട നിങ്ങളെ അവരുടെ സംരക്ഷണത്താൽ ഏവരുടെ മുമ്പിൽ സത്യത്തിന് സാക്ഷികളാകാൻ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പ്രബോധനം വഴി വിശ്വാസദാർഢ്യം കൈവരിച്ച നിങ്ങളെ അവരുടെ മധ്യസ്ഥതയാൽ നിത്യമായ പിതൃരാജ്യത്തിൻ്റെ ഓഹരി നേടാൻ അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് കനിഞ്ഞ് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.